നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ പൊളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ചിലതൊക്കെ നമുക്ക് സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെട്ട 25 റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളാണ്. മിക്കതും നമുക്ക് അറിയാവുന്നതാണ്, ചിലതൊക്കെ അറിയാത്തത് കാണും. അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് പഠിക്കുക. Question number 1. The governor of a state is appointed by the president on the advice of. നമുക്ക് അറിയാവുന്ന ചോദ്യമാണ് അല്ലെ. നമ്മുടെ സ്റ്റേറ്റ് ഗവർണർ ഉണ്ടല്ലോ, ഓരോ സ്റ്റേറ്റിലും ഗവർണർ ഉണ്ട്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? പ്രസിഡന്റ് ആണ് അല്ലെ. ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ആരുടെ അഡ്വൈസോട് കൂടിയിട്ടാണ് നിയമിക്കുന്നത്? ഓപ്ഷൻ എ, പ്രൈം മിനിസ്റ്റർ അല്ലെ. പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ നിയമിക്കുന്നത്. അപ്പൊ പ്രൈം മിനിസ്റ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. ദ പ്രസിഡന്റ് ഗീവ് ഹിസ് റെസിഗ്നേഷൻ ടു ദ, ആർക്കാണ്? പ്രസിഡന്റ് വിരമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റെസിഗ്നേഷൻ, വിരമിക്കുക അല്ല എന്നുണ്ടെങ്കിലും റെസിഗ്നേഷൻ കൊടുക്കേണ്ടത് വൈസ് പ്രസിഡന്റിനാണ്. ഓപ്ഷൻ സി, വൈസ് പ്രസിഡന്റിനായിരിക്കണം അദ്ദേഹത്തിന്റെ രാജിക്കത്ത് കൊടുക്കേണ്ടത്. പ്രസിഡന്റ് ഗീവ് ഹിസ് റെസിഗ്നേഷൻ ടു ദി വൈസ് പ്രസിഡന്റ്. Then question number 3. For what period does the Vice President of India hold office? വൈസ് പ്രസിഡന്റിന്റെ കാലാവധി എത്ര വർഷമാണ്? എല്ലാവർക്കും അറിയാം. 5 വർഷമാണോ? അതായത് 65 വയസ്സാണോ? 6 വർഷമാണോ? 2 വർഷമാണോ? എത്ര? 5 വർഷമാണ് അല്ലെ. 5 വർഷമാണ് വൈസ് പ്രസിഡന്റിന്റെ കാലാവധി, ഉപരാഷ്ട്രപതിയുടെ കാലാവധി. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4. Who among the following hold office during the pleasure of the president? അതായത് പ്രസിഡന്റിന് ഇഷ്ടമുള്ള കാലത്തോളം ഇരിക്കാനുള്ള അവകാശം താഴെ പറയുന്നവയിൽ ആർക്കാണ്? പ്രസിഡന്റിന്റെ പ്ലഷർ അനുസരിച്ചിട്ട് ആ ഒരു പദവി തുടരാനുള്ള ആളാണ് ഗവർണർ എന്ന് പറയുന്ന. ഓപ്ഷൻ എ, ഗവർണർ ആണ്. ഇത് നമ്മൾ ഗവർണർ പഠിക്കുമ്പോൾ ഓരോ പോയിന്റ്സ് പഠിക്കുന്ന കൂട്ടത്തിലുള്ളതാണ്. എന്താണ്? ഹോൾഡ് ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. Which of the following is not true regarding the payment of the emolument of the president? അതായത് പ്രസിഡന്റിന്റെ സാലറി ഉണ്ടല്ലോ, സാലറിയെ പറ്റിയിട്ട് 4 സ്റ്റേറ്റ്മെന്റ് താഴെ പറയുന്നുണ്ട്. അതിനകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നാണ് ചോദ്യം. They can be reduced during financial emergency. ഏതെങ്കിലും തരത്തില് നമ്മുടെ രാജ്യത്ത് ഒരു ഫിനാൻഷ്യൽ, അതായത് ആഭ്യന്തര അടിയന്തരാവസ്ഥ പോലെ തന്നെ ധനകാര്യപരമായിട്ടുള്ള അടിയന്തരാവസ്ഥ വരാമല്ലോ. ആ സമയത്ത് പ്രസിഡന്റിന്റെ സാലറി റെഡ്യൂസ് ആവാറുണ്ട്. 2. They are shown separately in the budget. അദ്ദേഹത്തിന്റെ ആ സാലറി എന്ന് പറയുന്നത് ബഡ്ജറ്റിൽ വേറൊരു പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. ദേ ആർ ചാർജ്ഡ് ഓൺ ദി അതായത് കണ്ടിജൻസി ഫണ്ട്. നമ്മൾ പലതരം ഫണ്ടിനെ പറ്റി പഠിച്ചിട്ടില്ലേ? വേറൊരു ഫണ്ട് ഉണ്ടല്ലോ, കൺസോളിഡേറ്റഡ് ഫണ്ട് അല്ലെ. അപ്പൊ കോണ്ടിജൻസി ഫണ്ടിൽ നിന്നാണ് ഇദ്ദേഹത്തിന്റെ ആ ഒരു സാലറി എടുക്കുന്നത്. ദേ ഡു നോട്ട് റിക്വയർ എനി പാർലമെന്ററി സാങ്ഷൻ. അദ്ദേഹത്തിന്റെ സാലറിയെ പറ്റിയിട്ട് ഒരു പാർലമെന്റിന്റെ ഒരു സാങ്ഷനോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഇതിനകത്ത് ഏതാണ് അദ്ദേഹത്തിന്റെ സാലറിയെ പറ്റിയിട്ട് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലെ. കോണ്ടിജൻസി ഫണ്ടിൽ നിന്നല്ല എടുക്കുന്നത്, കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പ്രസിഡന്റിന്റെ സാലറി എടുക്കുന്നത്. കൺസോളിഡേറ്റഡ് ഫണ്ട് അറിയാൻ വയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ പലവട്ടം എക്കണോമിക്സ് ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചപ്പം പ്രത്യേകമായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് ഈ ഒരു ക്ലാസ്. ഇപ്പൊ പ്ലേലിസ്റ്റിനകത്ത് പലയിടത്ത് ആയതുകൊണ്ട് സ്ഥിരമായിട്ട് ഫോളോ ചെയ്യാത്തവർക്ക് ഇതൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അപ്പൊ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സാലറി പോകുന്നത്. സോ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്, ബാക്കിയെല്ലാം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. The total number of members nominated by the president to the Lok Sabha and Rajya Sabha. ഇവിടെ ആൻസർ ഇവിടെ 14 ആണ് കൊടുത്തിരിക്കുന്നത്, തെറ്റാണ്. എത്ര ആൻസർ ഇപ്പം? 12 ആണ് അല്ലെ. ലോക്സഭ 2 മാറ്റി, അതുകൊണ്ട് ചേർത്തിട്ടുള്ള ആൻസർ ആണ് ഇവിടെ. അത് 14 അല്ല, 12 ആണ്. ഓപ്ഷൻ ഡി ആണ്. 12 പേരെയാണ് രാജ്യസഭയിലേക്ക് ഇപ്പൊ നോമിനേഷൻ ഉള്ളൂ. രാജ്യസഭയിലേക്ക് പ്രസിഡന്റ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻ ഡി 12. അടുത്തത് 7. Which one of the following does not constitute the electoral college for electing the president of India? ഇപ്പൊ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ആ ഇലക്ട്രൽ കോളേജിൽ ഇല്ലാത്തവർ ആരൊക്കെയാണ് ഇക്കൂട്ടത്തിൽ എന്നാണ് ചോദ്യം. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണിത്. ഓപ്ഷൻ എ, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. ലോക്സഭയിലെ ഇലക്ടഡ് ആയിട്ടുള്ള മെമ്പേഴ്സ്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ഇലക്ടഡ് മെമ്പേഴ്സ്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ. ഏത് ആൻസർ എന്ന് പറയുന്നത്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആണ് അല്ലെ.
അപ്പൊ ഓപ്ഷൻ സി ഇവരില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഇലക്ട്രൽ കോളേജ് ഫോർ ഇലക്ടിംഗ് ദ പ്രസിഡന്റിനകത്ത് അംഗങ്ങളാണ്. അതായത് ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ഈച്ച് സ്റ്റേറ്റ്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ. ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നമ്പർ 8. The Council of Ministers in a parliamentary type of government can remain in office till it enjoy the support of. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടല്ലോ, പാർലമെന്ററി ടൈപ്പ് ഓഫ് ഗവൺമെന്റ്, അത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കേട്ടിട്ടുണ്ടല്ലോ. ഓഫ് ഗവൺമെന്റ് ക്യാൻ റിമൈൻ ഇൻ ഓഫീസ് ടിൽ ഇറ്റ് എൻജോയ് ദ സപ്പോർട്ട് ഓഫ്. ആരുടെ സപ്പോർട്ട് ഉള്ളിടം വരെ അവർക്ക് നിൽക്കാം? ഓപ്ഷൻ എ മൈനോറിറ്റി മെമ്പേഴ്സ് ഓഫ് ദി അപ്പർ ഹൗസ് ഓഫ് ദി പാർലമെന്റിലെ മൈനോറിറ്റി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളിടം വരെ. മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദി അപ്പർ ഹൗസ് മീൻസ് രാജ്യസഭയിലെ മെജോറിറ്റി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളിടം വരെ. മൈനോറിറ്റി മെമ്പേഴ്സ് ഓഫ് ദി ലോവർ ഹൗസ്, ലോക്സഭയിലെ മൈനോറിറ്റി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളിടം വരെ. മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ലോവർ ഹൗസ് ഓഫ് പാർലമെന്റ്, അതായത് ലോക്സഭയിലെ മെജോറിറ്റി മെമ്പേഴ്സിന്റെ സപ്പോർട്ട് ഉള്ളിടം വരെ. ഈസി ചോദ്യം അല്ലേ? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ലോവർ ഹൗസ് ഓഫ് ദ പാർലമെന്റ് അല്ലെ. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് പാർലമെന്ററി ടൈപ്പ് ഓഫ് ഗവൺമെന്റിനകത്തെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന് അവരുടെ ആ ഒരു പദവി തുടരാം. എപ്പം വരെ? മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി ലോവർ ഹൗസ് ഓഫ് ദി പാർലമെന്റിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 9. Which of the following appointment is not made by the President of India? താഴെ പറയുന്നതിനകത്ത് ഏതൊക്കെ അല്ലെങ്കിൽ ഏത് ആളിനെയാണ് പ്രസിഡന്റ് സെലക്ട് ചെയ്യാത്തത്? ചീഫ് ഓഫ് ദി ആർമി, സ്പീക്കർ ഓഫ് ദി ലോക്സഭ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ചീഫ് ഓഫ് ദി എയർഫോഴ്സ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ആരാ? സ്പീക്കർ ഓഫ് ദി ലോക്സഭ. അവര് ബാക്കിയെല്ലാം, അതായത് ആർമി ആയിക്കോട്ടെ, എയർഫോഴ്സ് ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, ചീഫ് ജസ്റ്റിസ് ആയിക്കോട്ടെ, എല്ലാവരെയും തന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. സ്പീക്കർ ഓഫ് ദി ലോക്സഭയെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് അല്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10. ഹു അപ്പോയിന്റ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഈസി ചോദ്യം അല്ലേ? ആരാ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രി അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ഫസ്റ്റ് വുമൺ ഗവർണർ ഓഫ് എ സ്റ്റേറ്റ് ഇൻ ഫ്രീ ഇന്ത്യ, അതായത് നമ്മുടെ ഫ്രീഡം കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ വുമൺ ഗവർണർ ആരായിരുന്നു? ഒരു സ്റ്റേറ്റിന്റെ വുമൺ ഗവർണർ ആരായിരുന്നു? മിസ് സരോജിനി നായിഡു ആയിരുന്നു അല്ലെ, മിസ് സരോജിനി നായിഡു ആയിരുന്നു. അടുത്തത് മിനിമം ഏജ് റിക്വയർഡ് ടു കോണ്ടസ്റ്റ് ഫോർ ദ പ്രസിഡൻഷിപ്പ് ഈസ്, അതായത് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത പ്രായം എത്രയാ? ഓപ്ഷൻ സി 35 വയസ്സാണ്. ഇതൊക്കെ അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. The charge of impeachment against the President of India for his removal can be preferred by. അതായത് charge of impeachment against the President of India for his removal can be preferred by both houses of the parliament. അല്ലെ, രണ്ട് ഹൗസും കൂടെയാണ് തീരുമാനിക്കുന്നത്. both houses of the parliament. impeachment കഴിഞ്ഞ ദിവസം ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗവർണറുടെ, ഞാൻ ക്വസ്റ്റ്യൻ അത് എടുത്തു പറഞ്ഞിട്ടുണ്ട്, വിവേചന അധികാരമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഗവർണറുടെ, ഇപ്പൊ ഗവർണറുടെ വിവേചന അധികാരം അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ വിവേചന അധികാരം ചോദിക്കുമ്പോൾ അതേ എഴുതാവുള്ളൂ, അല്ലാതെ ആ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഗവർണറുടെ അധികാരങ്ങളും പ്രസിഡന്റിന്റെ അധികാരങ്ങളും തരും. അവിടെ എടുത്തു ചോദിക്കുന്ന വിവേചന അധികാരമാണെങ്കിൽ അത് തന്നെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 14. ചീഫ് മിനിസ്റ്റർ ഓഫ് എ യൂണിയൻ ടെറിട്ടറി വേർ സച്ച് ആ സെറ്റപ്പ് എക്സിസ്റ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദി. അതായത് യൂണിയൻ ടെറിട്ടറിയിൽ ചീഫ് മിനിസ്റ്റർ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? ആരാ? ലഫ്റ്റനന്റ് ഗവർണർ ആയിരിക്കും കേട്ടോ. അതായത് സെറ്റപ്പ് the chief minister of a union territory where such a setup exists is appointed by the lieutenant governor. നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിയൻ ടെറിട്ടറിയിൽ ആർക്കാണ് സ്ഥാനം? ലഫ്റ്റനന്റ് ഗവർണർക്കാണ് സ്ഥാനം എന്ന് പറയുന്നത്. അടുത്തത് 15. who was the first prime minister of India? ക്വസ്റ്റ്യൻ ആവശ്യമില്ലായിരുന്നു, ജവഹർലാൽ നെഹ്റു ആണ്, എല്ലാവർക്കും അറിയാം. In case of a president dies while in office, the vice president can act as a president for a maximum period of. ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഇൻ കേസ് ഒരു പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ കാലാവധിക്കിടയിൽ മരിച്ചുപോയി, അങ്ങനെയാണെങ്കിൽ ആരാ പ്രസിഡന്റ് ആവേണ്ടത്? വൈസ് പ്രസിഡന്റ് ആണല്ലോ. എത്ര കാലത്തേക്ക് അദ്ദേഹത്തിന് പ്രസിഡന്റ് ആയിട്ട് ഇരിക്കാൻ പറ്റും? 6 മാസത്തിനകം പുതിയ ഇലക്ഷൻ നടന്നിരിക്കണം. 6 മാസം വരെ ഇരിക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 17. The Union Council of Ministers consist of. ഈ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനകത്ത് ആരൊക്കെയാ ഉള്ളത്? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. പ്രൈം മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. ആൻസർ ആരാ? ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ചേരുന്നതാണ്
യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ഹു അഡ്മിനിസ്റ്റേഴ്സ് ദ ഓത്ത് ഓഫ് ഓഫീസ് ടു ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ബിഫോർ ഹി എന്റേഴ്സ് അപ്പോൺ ദി ഓഫീസ്? അതായത് ആരാണ് ഈ താഴെ പറയുന്നവയിൽ ആരാണ് ഈ പ്രസിഡന്റിന്റെ നമ്മൾ ഓത്ത് എടുക്കുക എന്ന് പറയില്ലേ, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഓത്ത് എടുപ്പിക്കും. നമ്മൾ എന്താണ് ഇന്ന് ചെയ്തോളാം എന്നുള്ള ഒരു ഓത്ത് എടുപ്പിക്കും. അത് ആരാ ചെയ്യുന്നത്? ചീഫ് ജസ്റ്റിസ് ആണോ, സ്പീക്കർ ആണോ, വൈസ് പ്രസിഡന്റ് ആണോ, പ്രൈം മിനിസ്റ്റർ ആണോ? ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ. അവിടെയൊക്കെ പ്രാധാന്യം ആർക്കാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത 19. ഹു എമംഗ് ദി ഫോളോയിങ് എൻജോയ് ദ റാങ്ക് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് ദ ഇന്ത്യൻ യൂണിയൻ? അതായത് താഴെ പറയുന്നതിൽ ആർക്കാണ് എന്താണ് റാങ്ക് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റർ, ഇന്ത്യൻ യൂണിയന്റെ റാങ്ക് ഓഫ് ക്യാബിനറ്റ് മിനിസ്റ്റർ പദം അലങ്കരിക്കുന്നത്? ആദ്യം ഇത് നൺ ഓഫ് ദി അബവ് തെറ്റാണ് കേട്ടോ, അത് ഓപ്ഷൻ തെറ്റിപ്പോയി. ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ, ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ, സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആർക്കായിരിക്കും? ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് ദി പ്ലാനിംഗ് കമ്മീഷൻ ആയിരിക്കും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ റാങ്കിൽ ഇരിക്കുന്നത് ഈ കൂട്ടത്തിൽ കേട്ടോ. അടുത്തത് 20. എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെന്റ് ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് എ മിനിസ്റ്റർ ബൈ ദ പ്രസിഡന്റ്. എ പേഴ്സൺ ഹു ഇസ് നോട്ട് എ മെമ്പർ ഓഫ് പാർലമെന്റ്, പാർലമെന്റിന്റെ മെമ്പർ അല്ല, ക്യാൻ ബി അപ്പോയിന്റഡ് ആസ് എ മിനിസ്റ്റർ ബൈ ദ പ്രസിഡന്റ്. അപ്പം അദ്ദേഹത്തിന് എന്താണ് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. എത്ര നാളത്തേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറ്റും? 6 മാസത്തേക്ക് മാത്രം. അതായത് പാർലമെന്റിന്റെ മെമ്പർ അല്ല, പക്ഷെ അദ്ദേഹത്തെ മിനിസ്റ്റർ ആയിട്ട് പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്യാം. അതിന് പക്ഷെ കാലാവധി ഉണ്ട്, അതിനകം ആയിക്കോണം എന്നുണ്ട് അല്ലെ. അപ്പൊ എത്ര നാളുകകം ആയിക്കോണം? 6 മന്തിന് ആകാം. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. അടുത്ത 21. വെൻ ക്യാൻ എ പ്രസിഡന്റ് യൂസ് ഹിസ് ഡിസ്ക്രിഷൻ ഇൻ അപ്പോയിന്റിംഗ് ദി പ്രൈം മിനിസ്റ്റർ? എപ്പോഴാണ് പ്രസിഡന്റ് യൂസ് ഹിസ് ഡിസ്ക്രീഷൻ, ഡിസ്ക്രീറ്റിംഗ് പവർ എന്ന് കേട്ടിട്ടില്ലേ, പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? അപ്പൊ വെൻ ഓ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇത് എൻജോയ് എ ക്ലിയർ മെജോറിറ്റി ഇൻ ലോക്സഭ അല്ലെ. ഇപ്പൊ 2 പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടായിരുന്നു, അവർ രണ്ടും ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ്, മെജോറിറ്റി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിന്റ് ചെയ്യാൻ പ്രസിഡന്റിന് അദ്ദേഹത്തിന്റെ ഡിസ്ക്രിഷണറി പവർ യൂസ് ചെയ്യാം. അടുത്തത് question number 22. If in a country there happen to be the office of monarchy as well as parliamentary form of government, this monarch will be called. അതായത് ഒരു രാജ്യം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്? മൊണാർക്കി ഉണ്ട്, അതുപോലെ ഒരു പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റും ഉണ്ട്. ഇങ്ങനത്തെ ഗവൺമെന്റ്, this form of government, this monarch will be called. ഈ സമയത്തെ മൊണാർക്കിനെ നമ്മൾ വിളിക്കും ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. അതായത് മൊണാർക്കിക് സിസ്റ്റം ഉണ്ട്, അവിടെ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റും ഉണ്ടെങ്കിൽ ഈ മൊണാർക്കിനെ നമ്മൾ വിളിക്കും ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. ചോദിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത 23. വൺ ഫീച്ചർ ഡിസ്റ്റിങ്യൂഷിംഗ് ദ രാജ്യസഭ ഫ്രം ദ വിധാൻ പരിഷത്ത്. വിധാൻ പരിഷത്തിനെ രാജ്യസഭയിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരു ഘടകം. ഒന്ന് പവർ ഓഫ് ഇംപീച്ച്മെന്റ് ആണോ, ഇൻഡയറക്ട് ഇലക്ഷൻ ആണോ, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ആണോ, ടെനർ ഓഫ് മെമ്പർഷിപ്പ് ആണോ? ഇംപീച്ച് ചെയ്യാനുള്ള പവറിനെയാണ് രാജ്യസഭയിൽ നിന്നും വിധാൻ പരിഷത്തിനെ മാറ്റി നിർത്തുന്നത്. 24. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓഫ് ഓൾ ദ സ്റ്റേറ്റ് ആർ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ഓഫ് ദ, അതായത് ക്യാബിനറ്റ് അല്ല, ചീഫ് മിനിസ്റ്റേഴ്സ്, അതായത് എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സ് എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഒന്ന് ഇവിടെ പറയുന്നത് NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണോ, പ്ലാനിംഗ് കമ്മീഷൻ ആണോ, ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആണോ, ഫിനാൻസ് കമ്മീഷൻ ആണോ? ചീഫ് മിനിസ്റ്റേഴ്സ്, എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സ് എക്സ് ഒഫീഷ്യോ ഓഫീസർ ആയിട്ടിരിക്കുന്നത് ഇന്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ഒരു പ്രത്യേകം ക്ലാസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണത്. ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആണ്. അടുത്തത് 25. Who among the following has the final right to sanction the expenditure of public money in India? അതായത് പബ്ലിക് മണി എങ്ങനെ ചെലവഴിക്കണം എന്നുള്ളത് സാങ്ഷൻ കൊടുക്കാനുള്ള അധികാരം ആർക്ക് മാത്രം? ഓപ്ഷൻ ബി, പ്രസിഡന്റിന് മാത്രമായിരിക്കും. അപ്പൊ 25 ചോദ്യങ്ങൾ, 25 ചോദ്യങ്ങൾക്കകത്ത് ഏതെങ്കിലും ചോദ്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമന്റ് ആയിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതുപോലെ എല്ലാ ദിവസവും മാക്സിമം 10ഓ 20ഓ 30ഓ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ ഉള്ളൂ, സോ മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.